വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ മന്ത്രിസഭാ ഉപസമിതിക്ക് പൂർണ്ണ ചുമതല. ഇതുവരെ നടന്ന പ്രവർത്തനം മന്ത്രിസഭാ യോഗം വിലയിരുത്തി. കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും യോഗത്തിൽ തീരുമാനമായി. ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് വയനാട് സംബന്ധിച്ച് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ? ഷമ്മി, ഏതായാലും വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ മന്ത്രിസഭാ ഉപസമിതിയാണ് കാര്യങ്ങൾ അവിടെ ദിനംപ്രതി നിരീക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ ഉപസമിതിക്ക് പൂർണ്ണ ചുമതല ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ തന്നെയാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ ഉപസമിതി തന്നെ അവിടെ കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇതുവരെ ഉള്ള പ്രവർത്തനങ്ങൾ മന്ത്രിസഭാ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. അത് കൂടുതൽ കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വയനാടിന്റെ പുനർനിർമ്മാണം അതും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ ചർച്ചകൾക്ക് കൂടി തുടക്കം കുറിക്കാനായിട്ടാണ് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഏത് രീതിയിൽ പ്രാവർത്തികമാക്കാം എന്നതടക്കം പരിശോധിക്കുന്നുണ്ട് സർക്കാർ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ കൂടിയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഷമ്മി.